ഈ ഒരു മനുഷ്യനെ ബാറ്റ്മാൻ സിനിമയിലെ വില്ലനായി മാത്രമാണ് നമുക്കറിയുന്നത്. എന്നാൽ അവസാനം യഥാർത്ഥ ജീവിതത്തിലും സൈക്കോ ആയി മാറിയ ഈ മനുഷ്യൻ ആ സിനിമ കൊണ്ട് തന്നെ ഇല്ലാതായ കഥ നിങ്ങൾക്കറിയാമോ? അതും വെറും 27ാമത്തെ വയസ്സിൽ. ഹീത്ത് ലെഡ്ജർ എന്നു പേരുള്ള അനാഥനായ ഈ പയ്യൻ സിനിമയിൽ അഭിനയിക്കാനായി അലഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ സംവിധായകൻ ക്രിസ്റ്റഫർ നോളന്റെ കണ്ണിൽ പെടുന്നത്. അങ്ങനെ അവർക്ക് ഡാർക്ക് നൈറ്റ് എന്ന ബാറ്റ്മാൻ സിനിമയിൽ ജോക്കർ എന്ന ക്യാരക്ടർ ലഭിക്കുന്നു. ജോക്കർ എന്ന ക്യാരക്ടർ ഒരു സൈക്കോ ആയതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹം പല മാസങ്ങൾ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് ഒരു റിയൽ ലൈഫ് സൈക്കോ പോലെയായി മാറി. അങ്ങനെ ഇവർ ജോക്കറായി അഭിനയിച്ച സിനിമ വൻ ഹിറ്റായി മാറുകയും ചെയ്തു. എന്നാൽ സിനിമ കഴിഞ്ഞും ആ സൈക്കോ ക്യാരക്ടറിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ അവാർഡ് ഫംഗ്ഷന് മുന്നേ തന്നെ ഇവർ മരിച്ചുപോയി കൂട്ടുകാരെ. മാനസിക പ്രശ്നങ്ങൾക്ക് കഴിക്കുന്ന മരുന്നിന്റെ ഓവർഡോസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം. അന്നത്തെ അവാർഡ് ഫംഗ്ഷനിൽ ലോകത്തിലെ തന്നെ മികച്ച വില്ലൻ എന്ന ഓസ്കർ അവാർഡ് നേടിയിരുന്നു ഹീത്ത് ലെഡ്ജർ, അതും തന്റെ മരണത്തിന് ശേഷം.